ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വണക്കം ഇന്നും പതിവുപോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്ഡേറ്റുകളൊക്കെ പറയുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടാണെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വിജയ് സേതുപതിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ 50ാം ചിത്രമായ മഹാരാജയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു പോസ്റ്ററാണ് നമുക്ക് ആ പോസ്റ്റർ കണ്ടിട്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വർണ്ണിക്കാനായിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിട്ട് അതായത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇറങ്ങിയൊരു പോസ്റ്ററാണ് ഫസ്റ്റ് ലുക്ക് എന്തായാലും ചിത്രം നല്ലൊരു പടമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പിന്നെ അതുപോലെ തന്നെ ശിവ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ പുതിയൊരു ചിത്രമാണ് കങ്കുവ ഈ ഏപ്രിലാണ് ചിത്രം റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് ഇതിൽ സൂര്യയെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഉറപ്പിച്ച് ഇതൊരു 2 കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് എന്തായാലും ഞെട്ടിക്കാൻ സൂര്യ വീണ്ടും വരികയാണ് ശിവയുടെ സംവിധാനമാണ് അദ്ദേഹം ഈ സിനിമ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നോ അതിൽ പോലിരിക്കും ഈ സിനിമയുടെ വിജയം എന്തായാലും ഒരു ഗംഭീര സിനിമ ആകട്ടെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടാണ് വരുന്നത് ശിവയായോണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ശിവയായോണ്ട് ഇച്ചിരി ഒരു ഡൗട്ട് അത്രേ ഉള്ളൂ പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പടം ഗംഭീരമാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഉലക നായകൻ കമലഹാസനും മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് തഗ് ലൈഫ് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ ജനുവരി 22-ന് തുടങ്ങാൻ പോവുകയാണ് ജയൻ രവി തൃഷ നമ്മുടെ ദുൽഖർ സൽമാനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ പ്രിയതാരമായ ജോജു ജോർജും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ തന്നെ മണിരത്നവും അദ്ദേഹം കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്ററൊക്കെ അതായത് സെൽഫി ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ ഭാഗമാകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പം ഗംഭീരമായിട്ട് ജനുവരി 22-ന് ചിത്രം ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് ഇതൊരു സൂപ്പർ സാധനമായിരിക്കും അത് 100% ഉറപ്പായിരിക്കും പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് ഹിന്ദിയിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നു അങ്ങനെ ഒരുപാട് നാളുകൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിന് ഏകദേശമൊക്കെ ഉറപ്പായി വരികയാണ് നമ്മളെ രൺവീർ സിംഗ് ആണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ 90s ഏവർക്കും പ്രിയ കഥാപാത്രമായ ശക്തിമാൻ ആ സീരിയലിലെ സെയിം ഒരു ആ സീരിയലിനെ നമ്മൾ സിനിമവൽക്കരിക്കുന്നു അങ്ങനത്തെ ഒരു സിനിമ വരാൻ പോകുന്നു എന്തായാലും 90s എല്ലാവർക്കും സൂപ്പർ ഹീറോ ആയ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായ ശക്തിമാൻ വീണ്ടും അതേ രൂപത്തിൽ തിരിച്ചു വരുവാണ് ആൾ മാത്രം മാറിയിട്ടുള്ളൂ രൺവീർ സിംഗ് ആണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് ബേസിൽ ജോസഫിൻ്റെ അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ശക്തിമാനെ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയും ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങുമോ എന്നല്ല ഇതിൻ്റെ ബഡ്ജറ്റിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അതിങ്ങനെ ഒരു ഡിലേ ചെയ്യുന്നുണ്ട് അതെല്ലാം പരിഹരിച്ച് ചിത്രം ഷൂട്ടിംഗ് തുടങ്ങാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് കാത്തിരിക്കാം പിന്നെ ഒരു റൂമർ പോലെ ഒരു കാര്യം വരുന്നുണ്ട് നമ്മുടെ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നമ്മുടെ ദുൽഖറും പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്നെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ദുൽഖർ സൽമാൻ്റെ നിർമ്മാണ കമ്പനിയായ വേഫെയറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് റൂമർ വരുന്നുണ്ട് ഇതിൽ സത്യാവസ്ഥയാണോ ഉള്ളതാണോ എന്നൊരു പിടുത്തവുമില്ല നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം അങ്ങനെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും അങ്ങനെ വരട്ടെ ഇത് റൂമർ ആകാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു റൂമർ പോലെ വരുന്നത് റൂമർ ഒരു 50-50 ചാൻസേ ഉള്ളൂ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ലാലേട്ടനും വീണ്ടും ഒന്നിക്കും അതായത് മലൈക്കോട്ട വലിയപ്പൻ എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം ലാലേട്ടനുമായിട്ട് വീണ്ടും ഒന്നിക്കുന്നതാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതൊരു ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല റംബാൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ചിത്രത്തിൽ ലാലേട്ടൻ ജോയിൻ ചെയ്യൂ എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതൊരു ഒറിജിനൽ അതായത് വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്കൊരു ഉറപ്പില്ല അത് പറഞ്ഞാൽ 50-50 ചാൻസ് ആണ് ചിലപ്പോൾ റൂമർ ആയിരിക്കാം എന്തായാലും നമുക്ക് വീണ്ടും അങ്ങനെ ഒരു സിനിമ വരുവാണെങ്കിൽ ഒരു സാധാരണ ഒരു മാസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കത്തില്ല ഒരു ക്ലാസ് മൂവി ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ കുറച്ച് ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അയലാനെ കുറിച്ച് പറയാം അയലാൻ ശിവകാർത്തികേയൻ നായനായിട്ടുള്ള ചിത്രമാണ് അയലാൻ ആർ രവികുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതൊരു സമ്മിശ്ര പ്രതികരണം അല്ലെങ്കിൽ അഭിപ്രായം കിട്ടിയ ഒരുപാട് എന്താ പറയുക ഭയങ്കര പടമാണെന്നോ അല്ലെങ്കിൽ കൊള്ളാത്ത പടമാണെന്നോ അങ്ങനെ ഒരു മീഡിയം രീതി ആവറേജ് മൂവിയായിട്ട് കിട്ടിയ ഒരു പടമാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഈ ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കിട്ടിയത് 50 കോടി എന്നാണ് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇത്രയും ശിവാർത്തിൻ്റെ പടം ഒരു സമ്മിശ്ര പ്രതികരണത്തിന് 50 കോടി കിട്ടുമോ അത് എനിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും 50 കോടി കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് പിന്നെ അടുത്തൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ എന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് പ്രശാന്ത് വർമ്മയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൽ തേജ സജയാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത് ഈ ചിത്രം
ടോട്ടൽ അതായത് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് 85 കോടിയാണ്. ഈ ചിത്രം അത്യാവശ്യം നല്ല എല്ലാവർക്കും ഒക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടില്ല, റിവ്യൂസ് എല്ലാം കണ്ടതിന് ശേഷം എല്ലാവർക്കും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ടോട്ടൽ കളക്ഷനായിട്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 85 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ്. ഓസ്ലർ, അബ്രഹാം ഓസ്ലർ, നമ്മുടെ ജയറാമേട്ടൻ പ്രധാന വേഷത്തിൽ ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിതിൻ മാനുവൽ തോമസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയും ഒരു അതിഥി എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു അദ്ദേഹത്തിന് അതിഥി റോൾ എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നില്ല. അത് നല്ല സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂറോളം അദ്ദേഹമുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുന്നത് ടോട്ടൽ അതായത് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് മൊത്തം 27 കോടിക്കടുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 12.82 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. നല്ല ഇതും ഒരു സമ്മിശ്ര ഒരു പ്രതികരണമായിരുന്നു. എല്ലാവർക്കും ഒരു മിക്സ്ഡ് റിവ്യൂസ് ആണ് വന്നിരുന്നത്. എന്നിരുന്നാലും ചിത്രത്തിൽ ഇത്രയും കളക്ഷൻ കിട്ടും, മമ്മൂക്കയുടെ ഒക്കെ ഫാൻസ് പവറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം പോലെ ഒരു ചിത്രമെങ്കിലും കളക്ഷൻ കിട്ടിയിരിക്കും. എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.